എന്റെയും നിന്റെയും കഴിവുകളല്ല, നമ്മുടെ കുടുംബത്തിന്റെ മഹിമകളല്ല, നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ യോഗ്യതകളല്ല, മറിച്ച് മറ്റുള്ളവരെക്കാൾ അധികമായിട്ട് എന്നെയും നിന്നെയും നമ്മുടെ ദൈവം ഒത്തിരിയേറെ സ്നേഹിക്കുന്നു. എന്റെ ദൈവം എന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും എന്റെ എല്ലാ ആകുലങ്ങൾക്കും മതിയായവനാണ്. ഈ ഒരു രാത്രിയിൽ നിന്റെ ജീവിതത്തെ, നിന്റെ ജീവിത പങ്കാളിയെ, നിന്റെ കുടുംബത്തെ പൂർണ്ണ മനസ്സോടുകൂടി നീ നിന്റെ ദൈവത്തിന് വിട്ടുകൊടുക്കുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ രാത്രി അനുഗ്രഹത്തിന്റെ ഒരു രാത്രിയായിട്ട് മാറും. ആ ഒരു വിശ്വാസത്തോടെ പ്രിയപ്പെട്ടവരെ, നമുക്ക് സ്വസ്ഥമായിട്ട് ഇവിടെ ഇരുന്നുകൊണ്ട് വചനം ധ്യാനിക്കാം. ഈ അടുത്ത നാളില് ഒരു കത്തോലിക്ക മാസികയുടെ പ്രചാര പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുകയുണ്ടായി. വളരെയേറെ ആത്മീയമായ ഫലങ്ങൾ ഉളവാക്കുന്ന ഒരു മാസിക. അത് വായിക്കുന്നവർക്ക് അനേക രോഗശാന്തിയുടെ സൗഖ്യ അനുഭവങ്ങൾ ഉണ്ടാകുന്നു, തൊഴിൽ ലഭിക്കുന്നു, വർഷങ്ങളായിട്ട് മക്കളെ ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ മാസിക വായിക്കുന്നതിലൂടെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങളുള്ള ഒരു മാസിക. ആ മാസികയുടെ ഒരു ജില്ലയിലെ വിതരണക്കാരുടെ അല്ലെങ്കിൽ ഏജന്റുമാരെ നമുക്ക് പറയാൻ സാധിക്കുകയില്ല, പ്രേക്ഷിതരുടെ ഒരു മീറ്റിംഗ് ആയിരുന്നു ഇവിടെ നടന്നത്. പ്രിയപ്പെട്ട ആ ഒരു മീറ്റിംഗിൽ പങ്കെടുത്തപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ഒരു റവന്യൂ ഡിസ്ട്രിക്റ്റിലെ മൊത്തം ആളുകൾ വരേണ്ടിയിരുന്ന ആ സ്ഥാനത്ത് വന്നത് വെറും 40 താഴെ ആളുകൾ മാത്രമാണ്. കുറച്ചുകൂടി നമ്മളെ ആ ആളുകളെ നോക്കിക്കാണുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. സമൂഹത്തിലെ ഏറ്റവും സാധാരണക്കാരായ ആളുകൾ, സ്വന്തമായിട്ട് വണ്ടിയിൽ വന്ന ആളുകൾ തന്നെ അവിടെ വിരളമായിരുന്നു. ഫ്രീ ആയ സമയത്ത് അവരൊക്കെ സംസാരിച്ചപ്പോ ഒത്തിരിയേറെ പ്രശ്നങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും ഉള്ള ആളുകളാണ് അവരൊക്കെ. പക്ഷെ 8-10 വർഷമായിട്ട് 20 വർഷമായിട്ട് ഈ കത്തോലിക്ക സഭയുടെ ഈ ആത്മീയ മാസിക അവര് വിതരണം ചെയ്യുകയാണ്. ഒരു ലാഭത്തിന് വേണ്ടിയിട്ടല്ല, മറിച്ച് സ്വന്തം കയ്യിൽ നിന്നും പണം എടുത്തുകൊണ്ട്. ഒത്തിരിയേറെ ആളുകളെ പ്രതീക്ഷിച്ച ഈ മീറ്റിംഗില് വളരെ കുറച്ചുപേരെ പങ്കെടുത്തു എന്ന് കണ്ടപ്പോൾ ഇതിന്റെ ചുമതലക്കാരനായ ഒരു വൈദികൻ വളരെ സങ്കടത്തോടുകൂടി പറയുകയാണ്, ദൈവത്തിൽ നിന്നും എല്ലാ അനുഗ്രഹങ്ങളും എനിക്കും നിങ്ങൾക്കും വേണം. അത് ചെറുതായ രീതിയിലല്ല, വളരെ സമർത്ഥമായ രീതിയിൽ അനുഗ്രഹങ്ങൾ വേണം. എന്റെ എല്ലാ ആഗ്രഹങ്ങളും എന്റെ എല്ലാ സ്വപ്നങ്ങളും എന്റെ ദൈവം എനിക്ക് സാധിച്ചു തരണം. അതിന്റെ ഒരു വാശിയാണ്. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, ധ്യാനങ്ങളിൽ പങ്കെടുക്കുന്നു, നേർച്ചകളിൽ പങ്കെടുക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നു. എന്നാൽ ഇതൊക്കെ തരുന്ന എന്റെ ദൈവത്തിന് തിരികെ കൊടുക്കുവാനായിട്ട് പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കും പലപ്പോഴും മടിയാണ്. എന്റെ ദൈവം എനിക്ക് തന്ന സമ്പത്തിന്റെ ഒരു ചെറിയൊരു ഭാഗം, എന്റെ ദൈവം എനിക്ക് തന്ന സമയത്തിന്റെ വളരെ ചെറിയൊരു ഭാഗം, എന്റെ ദൈവം എനിക്ക് തന്ന എന്റെ കഴിവുകളുടെ ചെറിയൊരു ഭാഗം, ഇതുപോലും ദൈവത്തിന് കൊടുക്കാനായിട്ട് പ്രിയപ്പെട്ടവരെ സാധിക്കാത്ത ഒരു സമൂഹത്തിലാണ് ഞാനും നിങ്ങളും ഇന്ന് ജീവിക്കുക. ഒരു വശത്ത് എന്റെ ദൈവത്തിൽ നിന്ന് എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും വേണം. ഞാൻ ആഗ്രഹിക്കുന്ന, സ്വപ്നം കാണുന്ന, സമർപ്പിക്കുന്ന എല്ലാ ആഗ്രഹങ്ങളും ദൈവം എനിക്ക് സാധിച്ചു തരണം. എന്നാൽ മറുപുറത്ത് ഈ ദൈവത്തിന് വേണ്ടി കൊടുക്കുവാനായിട്ട് ഞാൻ തയ്യാറാകാത്ത ദാരുണമായൊരു അവസ്ഥ. ആ അച്ഛൻ പറയുകയാണ്, പലപ്പോഴും ഇങ്ങനെ സഭാ മാസികരുടെ പ്രവർത്തനങ്ങൾക്ക് ഏർപ്പെടുന്നവരെ, വചനം പങ്കുവെക്കുന്നവരെ, ശുശ്രൂഷകൾ ഏർപ്പെടുന്നവരെ, സന്യസ്തരെ, വൈദികരെയൊക്കെ കോമാളികളായിട്ട് കാണുന്ന ഒരു തലമുറ ഇന്ന് രൂപപ്പെട്ടു വരികയാണ്. ഒത്തിരിയേറെ പ്രവർത്തിക്കുന്നവരെ, ദൈവത്തിന്റെ വേല ചെയ്യുന്നവരെയൊക്കെ കോമാളികളായിട്ട് കാണുന്ന ഒരു സമൂഹം. പ്രിയപ്പെട്ടവരെ, സഭയുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ, സഭയുടെ ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരു ചരിത്ര സംഭവമുണ്ട്, സത്യമുണ്ട്. എന്റെയും നിങ്ങളുടെയും മുന്നില് കോമാളികളായിട്ട് നാം പരിഗണിച്ചിരുന്നവർ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുറവുകളുള്ളവർ, ദൗർബല്യങ്ങളുള്ളവർ, ഇങ്ങനെയുള്ള കോമാളികളെന്ന് ഞാനും നിങ്ങളും വിശേഷിപ്പിക്കുന്ന ആളുകളിലൂടെയാണ് പ്രിയപ്പെട്ടവരെ സഭ മുന്നോട്ട് പോയതും യേശുവിന്റെ സത്യത്തിന്റെ സ്നേഹത്തിന്റെ സുവിശേഷം ഈ ലോകത്തിന്റെ നാനാ ഇടങ്ങളിലേക്കും പോയത്. അതായത് ചില കോമാളികളെ സഭയ്ക്കും ദൈവത്തിനും ആവശ്യമുണ്ട്. ലോകത്തിന്റെ മുന്നില്, കുടുംബത്തിന്റെ മുന്നില് ഒറ്റപ്പെടുന്ന ചില വ്യക്തികളെ, ഒറ്റപ്പെടണമെന്ന് അർത്ഥത്തില്ല, മറിച്ച് എന്റെ ദൈവത്തിന് വേണ്ടി
ഞാൻ എന്റെ സമയം പങ്കുവെക്കുമ്പോൾ, ആത്മാർത്ഥത്തോടെ പങ്കുവെക്കുമ്പോൾ എന്റെ കുടുംബത്തില് അതൊരു ഒറ്റപ്പെടുന്ന അവസ്ഥ എനിക്ക് ഉണ്ടാകാം, എന്റെ കൂട്ടായ്മയിൽ ഒറ്റപ്പെടുന്ന അവസ്ഥ ഉണ്ടാകാം. പക്ഷെ അങ്ങനെ ഒറ്റപ്പെട്ടുകൊണ്ട് എന്റെ ദൈവം എന്നെ ഏൽപ്പിക്കുന്നതായ ആ ഒരു ജോലി പൂർണ്ണ വിധേയത്വത്തോടെ ചെയ്യുമ്പോൾ എന്റെ ദൈവം എന്റെ ജീവിതത്തിലേക്ക് കൃപയായിട്ട് നിറവായിട്ട് ഒക്കെ കടന്നു വരും. നമുക്ക് വചനത്തിലൂടെ കടന്നു പോകാം. ഇങ്ങനെ ചില വ്യക്തികൾ അവരുടെ ജീവിതം ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചപ്പോ അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? ഉൽപ്പത്തിയുടെ പുസ്തകം 12-ാം അധ്യായത്തില് അബ്രഹാമിനെ വിളിക്കുന്ന കർത്താവിനെ നമുക്ക് കാണാം. കർത്താവ് ഇവിടെ അബ്രഹാമിനോട് പറയുകയാണ്, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. കർത്താവ് ഇതാണ് പറയുന്നത്, നിനക്കുള്ള സ്വത്തും നിന്റെ ചാർച്ചക്കാരെയും നിന്റെ ബന്ധക്കാരെയും നിനക്കുള്ള എല്ലാറ്റിനെയും വിട്ട് നീ ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോവുക. അബ്രഹാം ദൈവത്തിന്റെ ഈ വാക്ക് 100% അനുസരിച്ചുകൊണ്ട് സ്വന്തം ദേശക്കാരെയും ചാർച്ചക്കാരെയും ബന്ധക്കാരെയും വിട്ടുകൊണ്ട് അവിടെ നിന്ന് യാത്രയാവുകയാണ്. നാളുകളില് എന്താണ് സംഭവിക്കേണ്ട കാര്യം അബ്രഹാമിന് അറിയത്തില്ല. അവന്റെ സ്വന്തക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടാവും, അവന്റെ ചാർച്ചക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഈ അബ്രഹാം എന്ന് പറയുന്ന മനുഷ്യൻ ഒരു വിഡ്ഢിയാണ്. കാരണം അവനവന്റെ ബന്ധക്കാരെ ഉപേക്ഷിക്കുന്നു, ചാർച്ചക്കാരെ ഉപേക്ഷിക്കുന്നു, ഉണ്ടായിരുന്ന സ്വത്തും വസ്തുവകളും എല്ലാം വിട്ടുകൊണ്ട് വിദൂരമായ ഒരു ദേശത്തേക്ക് കടന്നു പോകാനാണ് പ്രിയപ്പെട്ടവരെ ദൈവം അവരോട് ആവശ്യപ്പെട്ടു. അബ്രഹാം അതനുസരിച്ചു. ലോകത്തിന് മുന്നില് അബ്രഹാമിന്റെ ജീവിതം, അബ്രഹാമിന്റെ പ്രവർത്തനം ഒരു കോമാളിത്തരമായിട്ട് ലോകത്തിന് തോന്നിയേക്കാം. എന്നാൽ ദൈവത്തിന്റെ മുന്നില് ദൈവത്തിന്റെ വാക്ക് കേട്ടുകൊണ്ട് അബ്രഹാം കടന്നു പോകുമ്പോ ദൈവം തന്റെ പദ്ധതികൾക്ക് വേണ്ടി അബ്രഹാമിനെ വിനിയോഗിക്കുകയായിരുന്നു. ഇങ്ങനെ അബ്രഹാം ദൈവത്തിന്റെ വാക്ക് കേട്ട് കടന്നു പോകുമ്പോ വീണ്ടും ദൈവം അബ്രഹാമിനെ പ്രത്യക്ഷപ്പെടുകയാണ്. 100 വയസ്സായ അബ്രഹാം, വന്ധ്യയായ തന്റെ ഭാര്യ സാറ, ഇവരോട് ദൈവം പറയുകയാണ്, നിനക്ക് ഞാനൊരു മകനെ തരും. അബ്രഹാം പോലും ഒരു നിമിഷം ചിരിച്ചു. കാരണം തനിക്ക് 100 വയസ്സായിരിക്കുന്നു. തന്റെ ഭാര്യയ്ക്കാണെങ്കിൽ ഉദരഫലം തരുവാൻ കഴിവില്ലാത്തവളുമാണ്. വീണ്ടും കേട്ടവര് ചാർച്ചക്കാര് ബന്ധക്കാരൊക്കെ വീണ്ടും പരിഹസിക്കുകയാണ് അബ്രഹാമിനെ. കാരണം 100 വയസ്സായ ഒരു മനുഷ്യന് ഒരു കുഞ്ഞിനെ ലഭിക്കുമെന്നുള്ളത് നാട്ടുനടപ്പില്ലാത്ത കാര്യമാണ്. വീണ്ടും സമൂഹത്തിന്റെ മുന്നില് ഒരു കോമാളിയായിട്ട് അബ്രഹാം മാറി. പക്ഷേ ദൈവം തന്റെ വാഗ്ദാനം പാലിച്ചു. ഇസഹാക്കിനെ അബ്രഹാമിന്റെ സാറായിക്കും മകനായിട്ട് കൊടുത്തു. പ്രിയപ്പെട്ടവരെ, വീണ്ടും ദൈവം അബ്രഹാമിന്റെ ജീവിതത്തിൽ ഇടപെടുകയാണ്. ദൈവം പറഞ്ഞു, നിനക്ക് ഞാൻ ദാനമായിട്ട് തന്നിരിക്കുന്ന ആ മകനെ നീ എനിക്ക് ബലിയായിട്ട് നൽകണം. പ്രിയപ്പെട്ടവരെ, 100 വർഷത്തിലെ കാത്തിരിപ്പിന് ശേഷം തനിക്ക് ലഭിച്ച തന്റെ മകൻ ഇസഹാക്ക് ഒന്ന് ഓമനിക്കുവാനോ കൊഞ്ചിക്കുവാനോ പോലും സമയം കിട്ടുന്നതിന് മുൻപേ ഇതാ ദൈവം പറയുകയാണ്, നിനക്ക് ഞാൻ തന്ന മകനെ നീ എനിക്കൊരു ബലിയായിട്ട് സമർപ്പിക്കണം. ലോകരെന്ത് പറയും? തീർച്ചയായും അവർ ചെയ്യരുത്, കാരണം അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ദൈവം പറഞ്ഞത് അബ്രഹാം തൽക്ഷണം അനുസരിച്ച്. പ്രിയപ്പെട്ടവരെ, ചാർച്ചക്കാരെയും സ്വന്തക്കാരെയും വിട്ടുകൊണ്ട് വിദൂര ദേശത്തേക്ക് പോകാൻ പറഞ്ഞപ്പോൾ അക്ഷരം പ്രതി അനുസരിച്ച് അബ്രഹാം. 100-ാം വയസ്സിൽ വാർദ്ധക്യത്തിന്റെ വറുതിയിൽ ശാരീരികമായിട്ട് ഒരു യോഗ്യതയുമില്ലായിരിക്കെ, തന്റെ ഭാര്യ വന്ധ്യയായിരിക്കെ ഒരു മകനെ നിനക്ക് തരുമെന്ന് പറഞ്ഞപ്പോൾ പൂർണ്ണമായിട്ട് ദൈവത്തിന്റെ വാക്കുകളെ വിശ്വസിച്ച അബ്രഹാം ഇതാ മോറിയാ മലയുടെ ഉന്നതങ്ങളിലേക്ക് ഇസഹാക്കിനെ എടുത്തുകൊണ്ട് പോകുമ്പോ ഇസഹാക്ക് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, അപ്പ വിറകും തീയുമൊക്കെ ഉണ്ടല്ലോ, ബലിവസ്തു ഇവിടെ? ഒരു പക്ഷേ പിന്നുന്ന ഹൃദയത്തോടെ ആണെങ്കിൽ അബ്രഹാം പറഞ്ഞു, ബലിവസ്തുവിനെ ദൈവം തരും. ആ മോറിയാ മലയുടെ ഉയരങ്ങളില് ഇസഹാക്കിനെ കിടത്തിക്കൊണ്ട് ആ കത്തിയെടുത്ത് ആ നെഞ്ചിലേക്ക് കുത്തിയിറക്കാൻ ശ്രമിക്കുന്ന ആ നിമിഷം വരെ ദൈവം ഇടപെട്ടില്ല. പ്രിയപ്പെട്ടവരെ, എന്നാൽ ആ കത്തി ആഴ്ന്നിറങ്ങുന്ന സമയത്തില് ദൈവം ഇടപെടുകയാണ് അബ്രഹാമിന്റെ ജീവിതത്തില്. തന്റെ വാക്ക് കേട്ട ആ നിമിഷം മുതല് തന്റെ വാക്കുകളെ വിശ്വസിച്ച അബ്രഹാമിന് ദൈവം ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ വാഗ്ദാനം ചെയ്യുകയാണ്. എല്ലാരെയും ഉപേക്ഷിച്ച് ദൈവിക വാതിലേക്ക് കടന്നു വന്ന അബ്രഹാമിനോട് ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും, നിന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തെ മഴത്തിരി പോലെയും ഞാൻ വർദ്ധിപ്പിക്കും.
ശത്രുവിന്റെ നഗര കരാടങ്ങൾ അവർ പിടിച്ചെടുക്കും. നീ എന്റെ വാക്കനുസരിച്ചുകൊണ്ട് നിന്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ദൈവവേലയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ വാക്ക് കേട്ട് അബ്രഹാം യാത്ര പുറപ്പെട്ടപ്പോ അബ്രഹാമിന്റെ ജീവിതത്തിലെ ദൈവം ഇടപെട്ടുകൊണ്ട് ലോകത്തിലെ വിശ്വാസികളുടെ മൊത്തം പിതാവായിട്ട് അബ്രഹാമിനെ, പ്രിയപ്പെട്ടവരെ, ദൈവം മാറ്റുകയാണ്. വീണ്ടും മോശയുടെ ജീവിതം. ഫറവോയുടെ കൊട്ടാരത്തില് ചെറുപ്പകാലത്ത് വളരേണ്ടി വരുന്ന ഒരു സാഹചര്യം മോശയ്ക്കുണ്ട്. ഈ മോശയെ ദൈവം വിളിക്കുകയാണ് വാഗ്ദത്ത നാട്ടിലേക്ക് ഇസ്രായേൽക്കാരെ വഴി നടത്തിക്കൊണ്ട് പോകുവാനായിട്ട്. നമ്മൾ പലവരും ധ്യാനിച്ചിട്ടുള്ളതാണ്. മോശയെ വിളിക്കുമ്പോ ഒത്തിരിയേറെ പരിമിതികൾ പറയുന്ന മോശയാണ് നമുക്ക് കാണുക. കാരണം തന്നെ ഏൽപ്പിക്കാൻ പോകുന്നത് ഒരു വലിയ ദൗത്യമാണ്. ഒന്നോ രണ്ടോ പേരോടല്ല, ലക്ഷക്കണക്കിന് ആളുകളെ വഴി നയിച്ചുകൊണ്ട് കാനാൻ ദേശത്തേക്ക് കൊണ്ടുപോകേണ്ടി വരുന്ന ഒരു വലിയ ദൗത്യം. ജന്മനാ വിക്കനായ മോശ തന്റെ പരിമിതികൾ പറഞ്ഞു. ദൈവമേ, എനിക്ക് ഇടതടവില്ലാതെ സംസാരിക്കാനായിട്ട് സാധിക്കുകയില്ല, അതുകൊണ്ട് എന്നെ ഒഴിവാക്കണം. എന്നാൽ ദൈവം പറയുന്നുണ്ട്, നിന്റെ പരിമിതികളെ നിന്നെക്കാട്ടിൽ മുൻപേ എനിക്കറിയാം, അതുകൊണ്ട് നീ എന്റെ വാക്ക് കേൾക്കണം, അവരെ നയിക്കണം. അങ്ങനെ മോശ ദൈവത്തിന്റെ വാക്ക് കേട്ട് സ്വന്തം ഇഷ്ടങ്ങളെ, ആഗ്രഹങ്ങളെ, സ്വപ്നങ്ങളെ ബലികഴിച്ചുകൊണ്ട് ദൈവത്തിന്റെ വാക്ക് കേട്ട് വാഗ്ദത്ത നാട്ടിലേക്ക് ഇസ്രായേൽ ജനതയെ യാത്രയാക്കാനായിട്ട് തുടങ്ങി. ഈ യാത്ര സങ്കടങ്ങളുടെ, നൊമ്പരങ്ങളുടെ, ദുഃഖങ്ങളുടെ ഒരു യാത്രയായിരുന്നു. ഈ യാത്രയിലുടനീളം ഇസ്രായേൽ ജനത മോശയോട് വളരെ പരുഷമായിട്ട് പെരുമാറി. മോശയെ സഹായിച്ചു. അവരുടെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങള്, സ്വപ്നങ്ങള് ഒരു യാത്രയിലാണെങ്കിലും സാധിക്കാതെ വന്നപ്പോൾ അവരൊക്കെ മോശയോട് പെറുപെറുത്തു. എന്നാൽ ദൈവം തന്നെ ഏൽപ്പിച്ച ആ ദൗത്യം നിറവേറ്റേണ്ടതുകൊണ്ട് മോശ തന്റെ സങ്കടങ്ങളെയും ദുഃഖങ്ങളെയും നൊമ്പരങ്ങളെയെല്ലാം ദൈവത്തിന് മുന്നിൽ സമർപ്പിക്കുകയാണ്. പുറപ്പാട് പുസ്തകത്തിന്റെ 14-ാം അധ്യായം 11-ാം തിരുവചനം. അവർ മോശയോട് ചോദിച്ചു, ഈജിപ്തിൽ ശവക്കുഴികളില്ലാഞ്ഞിട്ടാണോ നീ ഞങ്ങളെ മരുഭൂമിയിൽ നിന്ന് മരിക്കാൻ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത്? നീ എന്താണ് ഞങ്ങളോട് ചെയ്തിരിക്കുന്നത്? ഈജിപ്തിൽ നിന്ന് എന്തിനാണ് ഞങ്ങളെ പുറത്തു കൊണ്ടുവന്നത്? ഇങ്ങനെ കുറേയേറെ ആവലാദികളും ചോദ്യങ്ങളുമായിട്ട് അവരെ മോശയെ ശകാരിക്കുകയാണ്. വീണ്ടും 16-ാം അധ്യായത്തിന്റെ 2-ാം തിരുവചനം. മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ സമൂഹം ഒന്നടങ്കം മോശയ്ക്കും അഹ്റോനുമെതിരായിട്ട് പെറുപെറുത്തു. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൽപ്പന കേട്ട് ഇവരെയും കൊണ്ട് കടന്നു പോകണമെന്ന മോശയ്ക്ക് ആ യാത്രയിലുടനീളം ഇവരുടെ ശകാരങ്ങളും പരിദേവനങ്ങളും പരാതികളും ഒക്കെ കേൾക്കേണ്ടി വന്നു. എന്നാൽ അവയോടൊന്നും മറുത്ത് ഒരു വാക്കുപോലും പറയാതെ മോശ അതെല്ലാം, അവരുടെ വാക്കുകളൊന്നും ശ്രദ്ധിക്കാതെ അവരെ വാഗ്ദത്ത നാട്ടിലേക്ക് നയിച്ചു. അബ്രഹാത്തെ പോലെ തന്റെ ദൗത്യത്തിന്റെ മഹനീയത മനസ്സിലാക്കിയ മോശ തന്റെ കർമ്മം നിറവേറ്റി, പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് വചനം പഠിപ്പിക്കുകയാണ്. നിയമാവർത്തന പുസ്തകത്തിന്റെ 34-ാം അധ്യായത്തിന്റെ 10-ാം തിരുവചനം. കർത്താവ് മുഖാഭിമുഖം സംസാരിച്ച മോശയെ പോലെ മറ്റൊരു പ്രവാചകൻ പിന്നീട് ഇസ്രായേൽ ഉണ്ടായിട്ടില്ല. കർത്താവിനാൽ നിയുക്തനായി ഈജിപ്തിൽ ഫറവോയ്ക്കും ദാസന്മാർക്കും രാജ്യത്തിന് മുഴുവനായും എതിരായി അവൻ പ്രവർത്തിച്ച അടയാളങ്ങളിലും അത്ഭുതങ്ങളിലും ഇസ്രായേൽ ജനത്തിന്റെ മുൻപിൽ പ്രകടമാക്കിയ മഹത്വം, ഭയാനകമായ പ്രവൃത്തികളിലും മോശ അതുല്യനാണ്. ഇത്രയേറെ സംഘടനകളിലൂടെ, നൊമ്പരങ്ങളിലൂടെ, ശകാര്യങ്ങളിലൂടെ അവരെ നയിച്ച മോശയ്ക്ക് തുല്യനായിട്ട് മറ്റൊരു പ്രവാചകനില്ല എന്ന് വചനം പഠിപ്പിക്കുകയാണ്, പ്രിയപ്പെട്ടവരെ. വീണ്ടും മോശയുടെ മരണശേഷം ദൈവം ഇസ്രായേൽ ജനതയെ നയിക്കുവാനായിട്ട് ജോഷുവയെ ഏൽപ്പിക്കുകയാണ്. അബ്രഹാത്തിന് ധൈര്യം കൊടുത്ത ദൈവം, മോശയ്ക്ക് ധൈര്യം കൊടുത്ത ദൈവം വീണ്ടും ജോഷുവയിലൂടെ തന്റെ വാഗ്ദത്തം നിറവേറ്റുവാനായിട്ട് ശ്രമിക്കുകയാണ്. ജോഷയുടെ പുസ്തകത്തിന്റെ 6-ാം അധ്യായത്തില് ഒരു സംഭവം പ്രത്യേകം പ്രസ്താവ്യമാണ്. ദൈവമായ കർത്താവ് ജെറിക്കോ പട്ടണത്തെ തകർക്കുവാനുള്ള നിർദ്ദേശങ്ങൾ ജോഷയ്ക്ക് നൽകുകയാണ്. 6-ാം അധ്യായത്തിന്റെ 3 തിരുവചനങ്ങൾ. അവിടെ ജോഷയോട് ദൈവം പറയുകയാണ്, നിങ്ങളുടെ യോദ്ധാക്കൾ ദിവസത്തിൽ ഒരിക്കൽ പട്ടണത്തിന് ചുറ്റും നടക്കണം. ഇങ്ങനെ 6 ദിവസം ചെയ്യണം. ജോഷയോട് പറയാണ്, നിങ്ങളുടെ യോദ്ധാക്കൾ പട്ടണത്തിന് ചുറ്റും രാവിലെ നടക്കണം. ഇങ്ങനെ
7 ദിവസവും നടക്കണം. 7 പുരോഹിതന്മാർ ആട്ടിൻ കൊമ്പ് കൊണ്ടുള്ള 7 കാഹളവും പിടിച്ച് വാഗ്ദാന പേടകത്തിന്റെ മുന്നിലൂടെ നടക്കണം. 7-ാം ദിവസം പുരോഹിതന്മാർ കാഹളം മുഴക്കുകയും നിങ്ങൾ പട്ടണത്തിന് ചുറ്റും 7 പ്രാവശ്യം നടക്കുകയും വേണം. ജെറിക്കോ നിവാസികളൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെ കുറെ പേര് ഇങ്ങനെ രാവിലെ മുതൽ ഇങ്ങനെ നടക്കുകയാണ്. അവരൊക്കെ എന്ത് ചെയ്ത് കാണും? യുവമാർക്ക് തലയ്ക്ക് എന്തെങ്കിലും അസുഖമുണ്ടെന്ന് വിചാരിച്ച് അവരെ പരിഹസിച്ച് കാണും. കാരണം ദൈവം പറഞ്ഞ എന്താണ്? 7-ാം ദിവസം നിങ്ങൾ കൊമ്പ് പിടിച്ച് ആർത്ത് കിട്ടാസിക്കുമ്പോൾ ജെറിക്കോ പട്ടണത്തിന്റെ മതിലുകൾ തകർന്നു വീഴും. ലോകം മൊത്തം പരിഹസിച്ചുണ്ടാവാം. കാരണം ശക്തിയേറെ കല്ലുകളാൽ നിർമ്മിതമായ ഒരു മതില് മൊത്തം കുറേയേറെ ജനങ്ങള് തട്ടഹസിക്കുമ്പോൾ നിലപരിശാപം എന്ന് പറഞ്ഞപ്പോൾ ലോകത്തിന് അത്ര ചിന്തനീയമായിരുന്നില്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ ജോഷുവ കർത്താവിന്റെ വാക്ക് കേട്ട് അവിടെ പ്രവർത്തിക്കുമ്പോൾ അവിടെ 6-ാം അധ്യായത്തിന്റെ 20-ാം വചനം പഠിപ്പിക്കുന്നു. കാഹളം മുഴങ്ങി കാഹളത്തിന് കേട്ടപ്പോൾ ജനം തട്ടഹസിക്കുകയും മതിൽ നിലം പതിക്കുകയും. ഹല്ലേലൂയ. ജോഷുവയും യോദ്ധാക്കളും ലോകം പറഞ്ഞത് ശ്രദ്ധിച്ചില്ല, സമൂഹം പറഞ്ഞത് ശ്രദ്ധിച്ചില്ല. ദൈവമായ കർത്താവ് അവരോട് പറയുന്നു, നിങ്ങൾ അങ്ങനെ 7 ദിവസം നടക്കുക. 7-ാം ദിവസം നിങ്ങൾ തട്ടഹസിക്കുമ്പോൾ ആ മതിലുകളെ തകർന്നു വീഴും. ദൈവം കൊടുത്ത വാക്ക് വിശ്വസിച്ചുകൊണ്ട് ജോഷയിലൂടെ ദൈവത്തിന്റെ വാഗ്ദാനം നിറവേറ്റുകയാണ്. വീണ്ടും ജോഷയുടെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 12-ാം വചനത്തില് അമോര്യരും ഇസ്രായേൽക്കാരുമായുള്ള യുദ്ധത്തിന്റെ സമയത്തില് ജോഷുവ പ്രാർത്ഥിക്കുകയാണ്. സൂര്യചന്ദ്രന്മാര് നിശ്ചലമായിട്ട് നിൽക്കണം. ഇതാണ് ജോഷുവയുടെ പ്രാർത്ഥനയുടെ ആവശ്യം. എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചഗോളങ്ങൾ നിശ്ചലമാകണമെങ്കിലാണ് ജോഷുവയുടെ പ്രാർത്ഥന. ഈ പ്രാർത്ഥന കേൾക്കുമ്പോഴും ലോകം ജോഷയെ പരിഹസിച്ചിരിക്കുക. ഒരു മനുഷ്യനാൽ അസാധ്യമായ കാര്യങ്ങളാണ് ജോഷുവ പ്രാർത്ഥിക്കുക. എന്നാ പ്രിയപ്പെട്ടവരെ, ഇവിടെ വചനം പഠിപ്പിക്കുന്നു, കർത്താവ് ഒരു മനുഷ്യന്റെ വാക്ക് കേട്ട് ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്ത ആ ദിവസം പോലെ ഒരു ദിവസം അതിനു മുൻപും പിൻപും ഉണ്ടായിട്ടില്ല. അവർ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുന്നവരെ സൂര്യൻ നിശ്ചലമായി നിന്നു, ചന്ദ്രൻ അനങ്ങിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വാക്ക് അനുസരിക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ ബുദ്ധി മേഖലയ്ക്കും അതീതമായ കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ ദൈവം സംഭവിപ്പിക്കും. എന്റെ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിക്കുമോ എന്ന് നാം ചിന്തിക്കുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ, ദൈവം വളരെ വലുതായ കാര്യങ്ങൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സംഭവിക്കും. അതായത് ദൈവത്തിന്റെ കൽപ്പന ശിരസാ വഹിക്കുന്ന ഓരോ വ്യക്തികളിലേക്കും അനുഗ്രഹം കടന്നു വരും. ഹല്ലേലൂയ. വീണ്ടും പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോ ഈശോ തന്റെ ശിഷ്യന്മാരെ വിളിച്ചു കൂട്ടുകയാണ്. മീൻപിടുത്തക്കാരായ കുറെ ആളുകളെ വിളിച്ച് ഈശോ പറയുകയാണ്, നിങ്ങൾ ഇന്ന് മുതൽ മീൻ പിടിക്കേണ്ട, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാമെന്ന്. ഈശോയുടെ വാക്ക് കേട്ട ആ നിമിഷം പണ്ടവും വരെ ഉപേക്ഷിച്ച് യേശുവിന്റെ പിറകെ അവര് പോവുകയാണ്. ലോകമൊത്തം അവരെ പരിഹസിച്ചു, കളിയാക്കി. കാരണം ഉപജീവന മാർഗമായി മീൻ പിടിച്ചുകൊണ്ടിരുന്ന അവരെ സംബന്ധിച്ചോളം മറ്റൊരു തൊഴിലും ചെയ്യാൻ അറിയില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈശോ അവരോട് എന്താണ് പറഞ്ഞത്? ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാമെന്ന്. ഈ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന് പറയുമ്പോൾ അതിന്റെ ആന്തരികമായ അർത്ഥം ഗ്രഹിക്കാനുള്ള ശേഷിയൊന്നും പാവം ശിഷ്യന്മാർക്കില്ലായിരുന്നു. കാരണം അവർക്ക് വളരെ വിദ്യാഭ്യാസം കുറഞ്ഞവരായിരുന്നു, മീൻപിടുത്തക്കാരായിരുന്നു. ഒരു പുതിയ തൊഴിൽ ഞാൻ നിങ്ങൾക്ക് തരാം എന്ന് ഈശോ അവരോട് പറഞ്ഞില്ല. നിങ്ങളിങ്ങനെ മീൻ പിടിച്ച് കഷ്ടപ്പെടേണ്ട, ഒരു പുതിയ ബിസിനസ് ഇട്ട് തരാമെന്ന് ഈശോ അവരോട് പറഞ്ഞില്ല. ഈശോ അവരോട് ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, നിങ്ങൾ എന്റെ പിന്നാലെ വരിക. അത് കേട്ടുകൊണ്ട് അവർ യേശുവിന്റെ പിന്നാലെ പോയി. നമ്മൾ നോക്കുമ്പോ കഴിവ് കുറഞ്ഞ പരിമിതികളുള്ള മീൻപിടുത്തക്കാരായ ആ പാവം മനുഷ്യരിലൂടെ ലോകത്തിന്റെ നാനാ മുക്കിലേക്കും യേശുവിന്റെ സുവിശേഷത്തിൽ പ്രിയപ്പെട്ടവര്. ഹല്ലേലൂയ. നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. അതായത് ദൈവത്തിന് വേണ്ടി ദൈവത്തോടൊപ്പം ഞാനും നീയും പ്രവർത്തിക്കുന്നെങ്കിൽ എന്റെയും നിന്റെയും സ്വപ്നങ്ങൾക്ക് ചിന്തകൾക്ക് അതീതമായ അനുഗ്രഹങ്ങളാല് അഭിഷേകങ്ങളാല് അടയാളങ്ങളാല് എന്റെയും നിന്റെയും ജീവിതത്തില് ദൈവം ഇടപെടും. ഇതൊക്കെ എന്റെ ജീവിതത്തിൽ സംഭവിക്കുമോ എന്ന് എന്റെ ബുദ്ധിയുടെ മേഖലയില് ഞാൻ ചിന്തിച്ചേക്കാം. എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുമോ? എന്റെ സാമ്പത്തിക നിലയിൽ, എന്റെ ജീവിതത്തിന്റെ ആഗ്രഹങ്ങളില് ഇതൊക്കെ സാധിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ അബ്രഹാത്തെ ശക്തിപ്പെടുത്തിയ ദൈവം, മോശയ്ക്ക് കരുത്തേകിയ ദൈവം,
ജോഷിയെ വഴി നടത്തിയ ദൈവം അഭ്യസ്തവിദ്യരായ ശിക്ഷ സമൂഹത്തിലൂടെ ഈ സഭയുടെ പ്രവർത്തനങ്ങൾ ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് എത്തിച്ച ദൈവം എന്റെയും നിന്റെയും ജീവിതത്തിൽ ഇടപെടും. നമ്മുടെ പഠിക്കേണ്ട പാഠം, വിധേയപ്പെട്ട് നിൽക്കുന്നവന്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകും. ഒരു മുക്കുടിയനായ ഒരു ചേട്ടനുണ്ടായിരുന്നു. കുടി എന്ന് പറഞ്ഞാല് ബാറിൽ നിന്ന് കുടിക്കും, ഷാപ്പിൽ നിന്ന് കുടിക്കും, ഇതൊന്നും പറഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് കുടിക്കും. ഈ ചേട്ടന് മദ്യപാനത്തിന്റെ ഈ ബുദ്ധിമുട്ടുണ്ടെല്ലാം അനുഭവിക്കുന്നത് സ്വന്തം ഭാര്യയാണ്. തളർന്നു കിടക്കുന്ന ഒരു മകനുമുണ്ട് ഇവർക്ക്. ഈ ചേച്ചി എന്ന് നിർബന്ധിക്കും ആ ചേട്ടനെ, ഒരു ധ്യാനം കൂടി പോവോ, ഒരു ധ്യാനം കൂടാമോ? അപ്പൊ ആ ചേട്ടൻ ബുദ്ധിമുട്ടാണ്. ചേട്ടൻ പറയും, അങ്ങനെ എന്നെ ധ്യാനം കുടിച്ചിട്ട് എന്നെ കൂടി നിർത്താമെന്ന് വിചാരിക്കേണ്ട, അങ്ങനെ ഞാൻ ധ്യാനത്തിലൊന്നും പോകത്തില്ല, നീ പ്രാർത്ഥിച്ചോളാൻ പറയും. ചേച്ചി പക്ഷേ പ്രാർത്ഥന നിർത്തിയില്ല. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ പ്രാർത്ഥിച്ച് എന്നും ചേട്ടനെ നിർബന്ധിക്കും, ഒരു ധ്യാനം കൂടുമോ? അങ്ങനെ ഈ നിർബന്ധവും ഈ ശാസനയും സഹിക്കാൻ വയ്യാതെ വന്നപ്പോ ഈ ചേട്ടൻ പറഞ്ഞു, ഞാൻ ധ്യാനത്തിന് പോകാം, പക്ഷെ 2 കണ്ടീഷൻ ഉണ്ട്. ഈ കണ്ടീഷൻ നീയും മോനും അംഗീകരിച്ചാൽ ഞാൻ ധ്യാനത്തിന് പോകാം. സാധാരണ ധ്യാനത്തിനൊക്കെ ചെന്ന് കഴിയുമ്പോൾ അവിടെയാണ് വ്യവസ്ഥകൾ. ഇവിടെ ചേട്ടൻ വീട്ടിൽ വെച്ച വ്യവസ്ഥ വെച്ചു. അപ്പൊ ചേട്ടൻ പറഞ്ഞു, ഒന്നാമത്തെ വ്യവസ്ഥ, ധ്യാനത്തിന്റെ 7 ദിവസവും ഞാൻ പങ്കെടുക്കും, പക്ഷെ അതിന്റെ പേര് ഞാൻ കുടി നിർത്തത്തില്ല. രണ്ടാമത്തെ കാര്യമായിരുന്നു ഏറ്റവും രസകരം, ഞാൻ ധ്യാനത്തിന് പോകുമ്പോഴും എന്റെ കയ്യില്, എന്റെ ബാഗില് മദ്യക്കുപ്പി കാണും. കാരണം എനിക്ക് മദ്യം കഴിക്കാതെ കുടിക്കാതെ ഒരു ദിവസം പോലും ജീവിക്കാൻ പറ്റത്തില്ല. അവിടെ ആരെയും കാണാൻ ഞാൻ കുടിച്ചോളാം, അതിന്റെ പേരൊരു നാണക്കേട് നിനക്ക് മോനെ ഉണ്ടാവുകയില്ല. ചേട്ടൻ വളരെ ബുദ്ധിമാനായിരുന്നു. ചേട്ടൻ വിചാരിച്ചു, കുടി നിർത്താൻ വേണ്ടിയിട്ടാണല്ലോ ചേച്ചി ഇത്രയും കഷ്ടപ്പെട്ട് പറഞ്ഞു വിടുന്നത്. അപ്പൊ ഈ 2 കാര്യങ്ങളും പറയുമ്പോ കുടി നിർത്തുകയുമില്ല, മദ്യക്കുപ്പി കൊണ്ട് പോവുകയും ചെയ്യുന്ന പറയുമ്പോ ചേച്ചി എന്നാ പറയും? എന്നാ മനുഷ്യന്റെ ലഹരിയെങ്കിലും പോയി തോലെ പോകണ്ട എന്ന് പറയുമെന്നായിരുന്നു ആ മനുഷ്യന്റെ വിചാരം. എന്നാ പ്രിയപ്പെട്ടവരെ, ആ ചേച്ചി പറഞ്ഞു, കണ്ടീഷനൊക്കെ സമ്മതിച്ചിരിക്കുന്നു, നിങ്ങൾ ധ്യാനത്തിന് പൊക്കൊള്ളുക. ആ ചേച്ചിക്ക് ഉറപ്പുണ്ടായിരുന്നു, ഈ സ്ഥിര മദ്യപാനിയായ ഈ ചേട്ടൻ ആ ആലയത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ബാക്കി ആ ചേട്ടന്റെ കാര്യം ആര് നോക്കിക്കൊള്ളും? കർത്താവ് നോക്കിക്കൊള്ളുമെന്ന ഉത്തമ വിശ്വാസം ഉണ്ടായിരുന്നുകൊണ്ട് ആ ചേച്ചി പറഞ്ഞു, ചേട്ടനെ യാത്രയാക്കി. ചേട്ടൻ ഇങ്ങനെ വചനകൂടാരത്തിലെത്തി. ധ്യാനത്തിന്റെ ഒരുക്കമാണ്. പ്രധാനപ്പെട്ട അച്ഛൻ വന്ന് ഒരുക്ക കാര്യങ്ങളൊക്കെ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, വന്നപാടെ ഇങ്ങനെ കയറി വചനം പറഞ്ഞ കേട്ടവരൊന്നും വചനം മനസ്സിലാകത്തില്ല. നമ്മളൊരു പത്രം വായിക്കുന്ന പോലെയോ TV കാണുന്ന പോലെയൊക്കെയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആന്തരികമായിട്ട് മാനസികമായിട്ടൊന്ന് ഒരുങ്ങണം. നമ്മുടെ കഴക്കദോഷങ്ങള്, പാപങ്ങള് എല്ലാം നമ്മളൊന്ന് മാറ്റിവെച്ച് ദൈവത്തിന്റെ ആ വിടുതലായിട്ട് നമ്മളൊന്ന് കാത്തിരിക്കണം. ചേട്ടൻ ഇങ്ങനെ ഇരുന്ന് കേൾക്കുകയാണ്. ചേട്ടന്റെ മനസ്സിൽ എങ്ങനെയെങ്കിലും ഈ ധ്യാനത്തിന്റെ നിമിഷങ്ങളൊന്ന് കടന്നുപോയി വീട്ടിൽ ചെല്ലണമെന്നുള്ള ഒരേ ചിന്തയാണ്. പക്ഷെ ചില വചനങ്ങളൊക്കെ കേൾക്കുമ്പോ ചേട്ടൻ വിചാരിക്കുന്നുണ്ട്, ഇത് എന്നോട് തന്നെ എന്റെ ദൈവം പറയുന്നതാണ്. പിന്നെ ചേട്ടൻ തന്നെ വിചാരിക്കും, എന്നോടായിരിക്കില്ല, വേറെ എത്രയോ പേരോടെയുണ്ട്. ഈ ഒരുക്കത്തിന്റെ സുരക്ഷയുടെ അവസാനം ഈ അച്ഛൻ പറഞ്ഞു, ചിലരൊക്കെ ഇവിടെ ചില ലഹരി വസ്തുക്കളും കൊണ്ട്, പാപകരമായ ചിന്തകൾക്കും പ്രവർത്തനങ്ങളും പ്രേരിപ്പിക്കുന്ന ചില വസ്തുക്കളും കൊണ്ട് ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ക്രൂശിത രൂപമുണ്ട്. ആ ക്രൂശിത രൂപത്തിന്റെ മുന്നിൽ നിങ്ങൾ ആരെയും അങ്ങോട്ടേക്ക് നോക്കണ്ട. നിങ്ങളുടെ മുറികളില് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പാപകരമായ വസ്തുവകൾ എടുത്ത് ഈ ക്രൂശിത രൂപത്തിന് മുന്നിൽ കൊണ്ടുവച്ചിട്ട് ഈശോയുടെ മാപ്പ് പറയുക. ഇങ്ങനെ പറയുക, എന്റെ ദൈവമേ, ഈ പാപകരമായ വസ്തു ഞാൻ വെറുത്തുപേക്ഷിക്കുന്നു. ഇനി എന്റെ ജീവിതത്തിൽ ഒരു നിമിഷം പോലും ഞാൻ ഈ വസ്തുക്കള് ഉപയോഗിക്കില്ല എന്ന് വാക്കു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ ഈ ചേട്ടൻ വിചാരിച്ചു, ഇതും എന്നെ കുറിച്ചില്ല. കാരണം ഞാൻ എന്റെ ഭാര്യയോടും മോനോട് എന്നാണ് പറഞ്ഞത്, കുടി നിർത്തുകയില്ല, മദ്യം കൊണ്ടുപോകുന്നതുകൊണ്ട് എന്നോടല്ല. ചേട്ടന് പക്ഷേ കസാരയില് ഇരിപ്പറയ്ക്കാനായിട്ട് സാധിക്കുന്നില്ല. ചേട്ടൻ ആ കസാരയില് 2 വശവും കരങ്ങൾ കൂട്ടിപ്പിടിച്ചു. പക്ഷെ കസാര സകലം ചേട്ടൻ പൊങ്ങിപ്പോകുന്ന അവസ്ഥ വന്നപ്പോ ചേട്ടൻ മുറിയിലേക്ക് ഓടിച്ചെന്ന് മദ്യക്കുപ്പികൾ എടുത്തു. ക്രൂശിത രൂപത്തിന് മുന്നിൽ വന്നു. പിന്നെ ചേട്ടന് ധ്യാനകൂടാരം മറന്നു, വചനകൂടാരം മറന്നു. കണ്ണിൽ നിന്നും കണ്ണീരുകൾ ഇങ്ങനെ ധാരതിരയായിട്ട് ഒഴുകുകയാണ്. കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് ഭാര്യയും മകനെയും കരയിച്ച ആ ചേട്ടൻ ആ ക്രൂശിത രൂപത്തിന് മുന്നിൽ കരയുകയാണ്. അഭിമാനവും നാണക്കെടുവെല്ലാം ചേട്ടൻ മറന്നു. കരഞ്ഞിട്ട് ദൈവത്തിന് വാക്ക് കൊടുത്തു, ഇനി എന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ മദ്യപിക്കുകയില്ല, ഞാൻ നിനക്ക് വാക്ക് തരുന്നു. ഇങ്ങനെ ഒരു വാക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ ചേട്ടന് എണ്ണില്ലാത്തൊരു പ്രശാന്തത, ഒരു സൗന്ദര്യം, മനസ്സിലൊരു സന്തോഷം. എത്ര കുപ്പി മദ്യം കഴിച്ചാലും കിട്ടാതിരുന്ന ഒരു സന്തോഷം ആ ചേട്ടനുണ്ടായപ്പോൾ ഓടിച്ചെന്ന് അൾത്താരയിൽ അച്ഛനോട് പറഞ്ഞു, എനിക്കിപ്പോ എന്റെ വീട്ടിൽ വിളിക്കണം. അച്ഛൻ പറഞ്ഞു, അങ്ങനെ വിളിക്കാനായിട്ട് പറ്റത്തില്ല, ഒരാൾ പോകും മറ്റുള്ളവർ പോകണമെന്ന് പറയും. ശുശ്രൂഷയുടെ ചില കാര്യങ്ങളുണ്ട്.
അപ്പൊ ആ ചേട്ടൻ പറഞ്ഞു, അതല്ല, എന്റെ അവസ്ഥ വേറെയാണ്, എനിക്കിപ്പോ എന്റെ ഭാര്യയെ വിളിക്കണം. അച്ഛൻ അനുവാദം കൊടുത്തു. ആ ചേട്ടൻ ചെന്ന് ആ ധ്യാനകേന്ദ്രത്തിലെ ഓഫീസിൽ നിന്നും വീട്ടിലേക്ക് വിളിക്കുകയാണ്. ഫോൺ ബെല്ലടിക്കുന്നു. ഒരു ബെല്ലടിക്കുമ്പോൾ അടിച്ചു തീർന്നു, 2 ബെല്ലടിച്ചു തീർന്നു, 3 ബെല്ലടിച്ചെന്ന് ആരും എടുക്കുന്നില്ല. ചേട്ടനാകെ അങ്കലാപ്പായി. 4ാമത്തെ തവണ ബെല്ലടിച്ചു തീരുന്ന ആ സമയത്ത് ആ ചേച്ചിയോട് നിന്ന് ഫോൺ എടുത്തു. ചേച്ചിക്ക് അങ്കലാപ്പായി. കാരണം ധ്യാനത്തിനുമായി ചേട്ടൻ ഇതിനാണ് വിളിക്കുന്നത്. ഈ ചേട്ടൻ ഇങ്ങനെ ഫോൺ ഇങ്ങനെ റിസീവർ വെച്ച് കഴിയുമ്പോൾ കേൾക്കുന്ന ഒരു കാര്യമുണ്ട്. തന്റെ വീട്ടിൽ നിന്നും ഭയങ്കര സ്തുതിപ്പിന്റെയും പ്രാർത്ഥനകളുടെയും ഒരു വലിയ സ്വരമായിരുന്നു. അതുകൊണ്ട് ഈ ചേച്ചി പറയുന്നതൊന്നും ഈ ചേട്ടന് കേൾക്കാനായിട്ട് സാധിക്കുന്നില്ല. ചേട്ടൻ പറയുന്നതൊന്നും ചേച്ചിക്കും കേൾക്കാൻ സാധിക്കുന്നില്ല. ചേട്ടൻ പറഞ്ഞു, എന്നാണ് വീട്ടിൽ തുടർച്ചയും വെള്ളവും, ഞാൻ പോകുന്നപ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ ആ ചേച്ചി പറഞ്ഞു, ചേട്ടാ, നമ്മുടെ വീട്ടില് ഒരു അത്ഭുതം നടന്നു. കഴിഞ്ഞ 15 വർഷമായിട്ട് തളർന്നു കിടന്നിരുന്ന നമ്മുടെ കട്ടിലില് എഴുന്നേറ്റ് ഹല്ലേലൂയ